തെരഞ്ഞെടുപ്പ് കാലത്തെ ഗൃഹാതുര ഓർമ്മയാണ് പണ്ട് കാലത്തെ പോസ്റ്ററുകളും നോട്ടീസും ഒക്കെ. അവ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയകാല പ്രസ്സും അച്ചുമൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓർമ്മ മാത്രമാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. മലപ്പുറത്താണ് ആള്, കണ്ടുവരാം. ഓരോ തെരഞ്ഞെടുപ്പുകളും രാജ്യത്തിൻ്റെയും പൗരൻ്റെയും വിധി നിർണ്ണയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളും അത്രമേൽ പ്രസക്തവുമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പ് ഓർമ്മകളും ആ ഓർമ്മകളിലെ സംഭവങ്ങളൊക്കെ വലിയ ചർച്ചയാകാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മോങ്ങം ഒളമതിലാണ്. ഒളമതിൽ സ്വദേശിയായിട്ടുള്ള ഇവിടുത്തെ തൃപ്പഞ്ചി AUP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അബ്ദുൽ മാസ്റ്റർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിചയപ്പെടുന്നതിനാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടങ്ങളിലാണ്. അന്ന് ഇലക്ഷൻ നടക്കുന്നത് നമ്മുടെ ബാലറ്റ് പേപ്പറിൽ സീൽ ചെയ്തിട്ട് പെട്ടിയിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറാക്കിയ ആൽബിൻ കമ്പനിയുടെ 1951 പ്രിൻ്റ് ചെയ്ത ആൽബിൻ കമ്പനിയുടെ ഒരു ബാലറ്റ് ബോക്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തനം എങ്ങനെയാണ്? നമുക്കറിയാം, ഇത് ഇതേപോലെ നമുക്ക് തുറക്കാൻ പറ്റും. ഇത് തുറന്നതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അരക്കിട്ട് ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് ബാലറ്റുകൾ വോട്ട് ചെയ്ത് ഇതിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ലോക്ക് ചെയ്ത് അവർ നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്ന കേന്ദ്രങ്ങളിലേക്ക് ഈ ബോക്സ് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ആൽവിൻ 1951 എന്നുള്ളത് ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ആദ്യ തെരഞ്ഞെടുപ്പുകൾ ഒന്നിൽ ഉപയോഗിച്ച 2 ബാലറ്റ് പെട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഇവിടെ കുറേ അച്ചുകളുമുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു അച്ചുകൾ. എങ്ങനെയായിരുന്നു ഈ അച്ചുകളുടെ ഉപയോഗമൊക്കെ? പണ്ട് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഓടിയെത്തുക പ്രസ്സുകളിലേക്കാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ പ്രസ്സുകളിൽ നിന്നും പോസ്റ്ററുകളും ചിഹ്നങ്ങളും നോട്ടീസുകളും അച്ചടിക്കണമെങ്കിൽ ഏകദേശം 20 ദിവസങ്ങൾ വരെ എടുത്തിരുന്നു. അപ്പോൾ അവർ ചെയ്തിരുന്നത് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അച്ചുകളിൽ അക്ഷരങ്ങളും അതുപോലെ തന്നെ ചിഹ്നങ്ങളൊക്കെ പ്രത്യേക മരത്തിലും അതുപോലെ ലെഡിലും കൊത്തിയുണ്ടാക്കിയാണ് ഈ അച്ചുകളിൽ നിരത്തിയിരുന്നത്. 1961 ഇത്തരം അച്ചുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പോസ്റ്ററാണ്. ഇതൊരു ചിഹ്നമാണ്, തോണിയും വെള്ളവും, തുഴയുള്ള തോണി. അതെ. അന്ന് സ്വതന്ത്രമായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ചിഹ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കൈക്കോട്ട്, അതുപോലെ ട്രാക്ടർ, കാളവണ്ടി ചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ള ഒരുപാട് ചിഹ്നം, അതുപോലെ ചർക്ക, ആ ഭാഗത്ത് നമ്മൾ ചർക്ക ചിഹ്നമായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഈ കൊത്തി ഉണ്ടാക്കുന്നത്? എങ്ങനെ, ആരാണ്? അതിൽ അന്നത്തെ പ്രത്യേക കാർപ്പൻ്റർമാർ പ്രസ്സുകളോടനുബന്ധിച്ചുണ്ടായിരുന്നു. അതിൽ വിദഗ്ധരായ പരിശീലനം ലഭിച്ച ഇത്തരം കാർപ്പൻ്റർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിഹ്നങ്ങളും അതുപോലെ ചിത്രങ്ങളൊക്കെ അവർ കൊത്തിയുണ്ടാക്കുക. മരത്തിലാണ് കൊത്തിയുണ്ടാക്കുക. അതുപോലെ ലെഡിലും ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. വിദഗ്ധരായ പരിശീലനം ലഭിച്ച ആളുകൾ അതിന് വേണമായിരുന്നു. എന്നാലും ഓരോ പ്രസിൻ്റെ ഒപ്പം ഓരോ ആശാരികളെയും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അച്ചുകളൊക്കെ നിർമ്മിച്ചില്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നിർബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ ആദ്യം പ്രസ്സുകളിലേക്ക് ഓടേണ്ട ഒരു സാഹചര്യമായിരുന്നു ഒരു കാലത്ത്. എന്നാലും ഇന്ന് അതൊക്കെ മാറി, കാലവും സാങ്കേതിക വിദ്യയൊക്കെ മാറി. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മകളുടെ ഭാഗം കൂടിയാണ് ഈ അബ്ദുൽ മാഷ്. എന്തായാലും ആ ഓർമ്മകളാണ് അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെച്ചതും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.